നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ, നമ്മുടെ ലോകമെമ്പാടും എമ്പുരാൻ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, എല്ലായിടത്തും. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഞാനും പങ്കാളികളാവാണ്. അപ്പോൾ നമ്മുടെ ഒരു എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ്. അപ്പോൾ നമ്മളത് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഞാനും ഇന്നത്തെ നമുക്കൊരു ടിക്കറ്റ് കിട്ടി. അപ്പോൾ ആ ടിക്കറ്റ് സിനിമ കാണാൻ വന്നേക്കാണ്. അന്ന് ഏത് സോഷ്യൽ മീഡിയ ഇട്ട് നോക്കിയാലും എമ്പുരാനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ന്യൂസുകളിലും ഇതിലൊക്കെ. പണ്ടൊക്കെ ഹിറ്റ് പടങ്ങൾ റിലീസാകുമ്പോൾ വെച്ചാൽ തിയേറ്ററിൽ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം അങ്ങനെ തിക്കും തിരക്കൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ചെയ്ത് ടിക്കറ്റ് ഉറപ്പുള്ളവർ മാത്രമാണ് നമ്മൾ തിയേറ്ററിൽ എത്തുന്നുള്ളൂ. ഇപ്പം ഞാനുള്ളത് ഷേണൈസ് തിയേറ്ററിലാണ്. അപ്പോൾ അത് നമുക്ക് ആ ടിക്കറ്റ് എടുത്തേക്കണം ഈ ഷോയ്ക്കുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഷേണൈസിൻ്റെ ആദ്യമായിട്ടാണ് ഷേണൈസ് സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഷേണൈസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതാണ്. അത്ര വലിയ തിയേറ്ററൊന്നും അല്ല കണ്ടിട്ട്, നമ്മൾ സാധാരണ ഒരു മീഡിയം തിയേറ്ററാണ്. അപ്പോൾ ഇതിനുള്ളിൽ അത്യാവശ്യം ഫുള്ളാണ്. വളരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സീറ്റുകൾ മാത്രമാണ് ബാലൻസ് ഉള്ളൂ. പടം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന മമ്മൂട്ടിയുടെ പടങ്ങൾ, അങ്ങനെ കുറേ പടങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു പുതിയ ഹിറ്റ് പടമായിട്ട് ബസൂക്ക, അപ്പോൾ അതിൻ്റെ ട്രെയിലറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സ് ഞങ്ങളിങ്ങനെ തുടങ്ങി. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്തതൊന്നുമില്ല. അപ്പോൾ സിനിമ അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ച കഥയും കാര്യങ്ങളൊന്നുമല്ല. അതിൽ വില്ലൻ ആണ് അടിപൊളി. മോഹൻലാലും പൃഥ്വിരാജൊന്നുമല്ല, വില്ലൻ ഇതിലാണ് പടം ഇറക്കിയത്. പക്ഷേ ഇന്നത്തെ ഒരു സിനിമയിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ഈ ഒരു കോഫി ഉണ്ടല്ലോ, സാധാരണ കോഫി 83 റുപ്പീസാണ് ഒരു കോഫി. അതാണ് ഇന്ന് ഞാൻ സിനിമ കണ്ടതിൽ പഠിച്ചൊരു പാഠം. ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഉണ്ടായി. 4 പേര് 4 കോഫി 83 റുപ്പീസ് ഇൻറ്റു 4. അപ്പോൾ ഇത് ഒരു ഷേണൈസിൽ പഠിച്ചൊരു പാടാണ്. ആദ്യമായിട്ടാണ് 84 രൂപ കൊണ്ട് ഒരു ചാൻ കോഫി കുടിക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.